കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവർ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് മുൻ എംപിയും കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാനുമായ പി.സി. തോമസ്. CHR വനഭൂമിയാണെന്ന് വനമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന തിരുത്താൻ മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ തയ്യാറാകാത്തത് കർഷകരോടുള്ള വഞ്ചനയാണെന്നും പി.സി. തോമസ് വ്യക്തമാക്കി. CHR വനഭൂമിയാക്കി മാറ്റാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി നെടുങ്കണ്ടത്ത് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ജൂൺ 12-ാം തീയതി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് വെച്ചുകൊണ്ട് ഇത് മുഴുവൻ വനമാണ്, വനത്തിൻ്റെതാണ്, ഏതാണ്ട് വനത്തിന് മാത്രമുള്ളതാണ് എന്ന രീതിയിലായി പോയി എങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി. കേരളത്തിലുള്ള നിയമങ്ങൾ, ഇതുവരെയുള്ള നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ഉള്ള ആ ചട്ടങ്ങൾ നിലനിൽക്കുന്ന വെച്ചുകൊണ്ട് റവന്യൂ വകുപ്പിലുള്ള അവകാശങ്ങൾ മാറ്റാൻ പറ്റത്തില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടവർ ഇന്ന് കാര്യക്ഷമമായി അതിൽ ഇടപെട്ടിട്ടില്ല. പകരം അറിവുകേടുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ ധാരണ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ തെറ്റായ വിവരങ്ങൾ അസംബ്ലിയിൽ പോലും പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് ഇതാ കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഈ ഉജ്ജ്വല സമരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഈ സർക്കാർ കർഷക പ്രശ്നങ്ങളിൽ വേണ്ടത്ര ശുഷ്കാന്തി പ്രകടിപ്പിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് CHR ഭൂമി വനഭൂമിയാണെന്ന നിയമസഭയിൽ വനം മന്ത്രി നടത്തിയ പ്രസ്താവന. കർഷകരെ ബാധിക്കുന്ന ഈ പ്രസ്താവന തിരുത്താൻ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ തയ്യാറായിട്ടില്ല. ഈ നിയമസഭാ രേഖ സുപ്രീം കോടതിയിൽ ആരെങ്കിലും എത്തിച്ചാൽ CHRുമായി ബന്ധപ്പെട്ട കേസിൽ തിരിച്ചടിയാകും. ഇത് വലിയ കുടിയിറക്കിലേക്കും നയിക്കും. വൺ എർത്ത് വൺ ലൈഫ് പോലുള്ള കപട പരിസ്ഥിതി സംഘടനകളുടെ താല്പര്യങ്ങളാണ് പലപ്പോഴും സർക്കാർ പരിഗണിക്കുന്നത്. കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വ്യാജ റിപ്പോർട്ടുകളും വ്യാജ ഉത്തരവുകളുമാണ് കോടതിയിൽ എത്തുന്നത്. രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഇത്തരം സംഘടനകളുടെ പിന്നിൽ ആരാണെന്നും കേസുകൾ നടത്തുന്നതിനുള്ള ഫണ്ടുകൾ ഈ സംഘടനകൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതുമെല്ലാം സർക്കാർ അന്വേഷിക്കണമെന്നും പി.സി. തോമസ് ആവശ്യപ്പെട്ടു. പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന ധർണാ സമരത്തിൽ കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ആന്റണി ആലഞ്ചേരി, നോബിൾ ജോസഫ്, ജോസ് പട്ടംബ്ലാക്കൽ, TV ജോസുകുട്ടി, OT ജോൺ, MJ കുര്യൻ, ടോമി തൈലമാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.